ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മലബാർ ഏരിയകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഇഫ്താർ സ്പെഷ്യൽ ഡെസേർട്ട് ആയിട്ടുള്ള പാൽ വാഴക്കയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. നല്ല ടേസ്റ്റാണ്, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പാൽ വാഴക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1.5 കപ്പ് പാലും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പാലും വെള്ളവും നന്നായിട്ട് തിളച്ച് വന്നാൽ അതിലേക്ക് 1 കപ്പ് ചവ്വരി അല്ലെങ്കിൽ സാബൂനരി എന്നൊക്കെ പറയും, അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നത് ചെറിയ ടൈപ്പ് ചവ്വരി ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വലിയ ടൈപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ചെറുതായത് കാരണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ചവ്വരി അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചവ്വരിയൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ചവ്വരി നല്ല ഗ്ലാസ് പോലെ ഇരിക്കും. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് പട്ടയും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഇത് കുറച്ച് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള പാലോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളമോ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി 1.5 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ചവ്വരി വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ നെയ്യിൽ വാട്ടിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. പഴം നന്നായിട്ട് വെന്ത് വന്നാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിലേക്ക് ഈ ഒരു പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേന്ത്രപ്പഴം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നെയ്യിലിട്ട് വഴറ്റിയിട്ട് ചവ്വരിയിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. എങ്ങനെയായാലും കൂടുതൽ ടേസ്റ്റ് നേന്ത്രപ്പഴം തന്നെയായിരിക്കും. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേ നെയ്യിലേക്ക് 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല ബ്രൗൺ കളറായി കിട്ടിയാൽ ആ ഒരു നെയ്യും ഉള്ളിയും കൂടെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ വാഴക്ക റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.